എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് IBSA റിസൾട്ട് വന്നു. അപ്പൊ ടയർ 2 ക്ലാസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് ആൻഡ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കാണിച്ചു തരാനും കൂടിയിട്ടാണ്. അപ്പോ ആസ് യു നോ, നമുക്ക് ഈ ഒരു എക്സാമിന് 50 മാർക്കാണ് നമുക്ക് വരുന്നത്. ആ 50 മാർക്കില് വെറും 20 മാർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടയർ 2 എന്ന് പറയുന്ന ഓപ്ഷൻ അനായാസമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2023 നടന്ന നമ്മുടെ IBSA ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് MTS കൂടെ കൂടിയിട്ടുള്ള വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിന് നമുക്ക് മാക്സിമം മാർക്ക് 40 ആണ്. IBSA നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? നമുക്ക് 50 ആണ് കേട്ടോ. അതായത് ഈ ഒരു പാസേജ് ആയിരിക്കും. ആ പാസേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കും. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? നമുക്ക് നമ്മളുടെ മലയാള ലോക്കൽ ലാംഗ്വേജ് വരുന്നുണ്ട്, ദെൻ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ ഒരു ചോദ്യ പേപ്പറിനകത്ത് ഒരൊറ്റ പാസേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു പാസേജ് ഇംഗ്ലീഷിലും ഉണ്ടാകും, അതുപോലെ തന്നെ സെയിം മലയാളത്തിലും ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓഫ്ലൈൻ മോഡാണ്, പെൻ ആൻഡ് പേപ്പർ മോഡാണ്. നമ്മൾ അത് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ചോദ്യ പേപ്പർ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു പാസേജ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷിലെ ഒരു പാസേജ്, ഒരു മലയാളത്തിലൊരു പാസേജ്, അങ്ങനെ ടോട്ടൽ 2 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോന്ന് നമുക്കറിയാം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാകും. ഇംഗ്ലീഷിലും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, മലയാളത്തിലും അതെന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം ഒരു പാസേജ് ഇംഗ്ലീഷിലുണ്ട് എന്നുള്ളതും ഒരെണ്ണം മലയാളത്തിലുണ്ട്, നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലോക്കൽ ലാംഗ്വേജിൽ ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് മിസ്സിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവിജിലേറ്ററിന് ഉടൻ തന്നെ അറിയിക്കുക. ഇനി സെയിം ആൻസർ ഷീറ്റിലായിരിക്കണം നിങ്ങളുടെ ബോത്ത് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി അഡീഷണൽ ആയിട്ട് ആൻസർ ഷീറ്റ് വേണമെങ്കിൽ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സാം ഹാളിലെ മൊബൈൽ ഫോണുകൾ, ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് എക്സാം റൂമിൽ പറയുന്നത്. അതുപോലെ പ്ലീസ് ഡെപ്പോസിറ്റ് യുവർ ആൻസർ sheets and admit card to the invigilator after the examination over, and the candidate can take the question paper after the exam is over. എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതിലൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസ് തന്നെയാണ്. അപ്പോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയാകും. ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ്. അപ്പൊ ഇന്ത്യ ഈസ് എ വേസ്റ്റ് കൺട്രി ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഏഷ്യ ആൻഡ് ഇറ്റ്സ് 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ബൈ ഏരിയ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളടുത്ത് ഞാൻ പറയും, നമ്മൾ വിചാരിച്ചു വെക്കുന്ന പോലെ ഇപ്പൊ IB എക്സാം ഡെഫിനറ്റ്ലി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാം ആണ്. ടയർ 1 എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ നമ്മൾ ശരിക്കും ടയർ 2 വരുമ്പോൾ നമ്മൾക്ക് ആ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ഇതുണ്ടാവും, എന്നെ കൊണ്ട് പറ്റുമോ, ഈ ഒരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ പാസ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നോളജ് അത്യാവശ്യം ഗ്രാമപ്പാട്ടിൽ നിങ്ങൾക്ക് ടെൻസ്, അതുപോലെ പ്രിപ്പോസിഷൻസ്, വേർബ്, നൗണ്, അതുപോലെ തന്നെ ഈ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, അതുപോലെ അതൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ലൈക്ക് നമ്മുടെ മലയാളത്തിലേക്ക് ഇംഗ്ലീഷ് അതേപടി തന്നെ പറക്കി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മിസ്റ്റേക്ക് വരും. അതായത് അർത്ഥ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ? ഇപ്പൊ ഇത് വായിച്ചു നോക്കിയാൽ തന്നെ എന്താക്കാൻ പറ്റും? നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ഏരിയയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ? നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നമുക്ക് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അന്നത്തെ യുദ്ധം, അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു റഷ്യ ഉക്രൈൻ വോറുമായി ബന്ധപ്പെട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ട്രാൻസ്ലേഷനിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള കറണ്ട് ഫാക്ട്സ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മണ്ടേറ്ററി ആണ്. മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നുണ്ട്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട നമുക്ക് എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടാവാം നമുക്ക് ട്രാൻസ്ലേഷൻ തരുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാം. അങ്ങനെ നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് അത് ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ട്രാൻസ്ലേഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടയർ 2 പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് റീഡിംഗ് അതുപോലെ തന്നെ വൊക്കാബ്സ്, റൈറ്റിംഗ് സ്പീഡ്, ഹാൻഡ് റൈറ്റിംഗ്. ഇത്രയും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വരുന്നത് എന്താണ്, നമുക്ക് പാസേജസ് വളരെ പെട്ടെന്ന് വായിക്കാനായിട്ട്, അതായത് ഒരു പാസേജ് എന്ന് അതുകൊണ്ട് ഇരിക്കരുത്, പെട്ടെന്ന് വായിക്കാനുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഇംപ്രൂവ് യുവർ പേസ് ആൻഡ് ഫ്ലുവൻസി, അതായത് നമുക്ക് ആ ഒരു കോംപ്രിഹെൻഷൻ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ജസ്റ്റ് അത് വായിച്ചു വിട്ടിട്ട് കാര്യമില്ല, വളരെ ചെറിയ സമയത്തിൽ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രൊഫഷൻസി നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് 1 hour ഉള്ളൂ അല്ലെ, അതിനകത്ത് നമുക്ക് റൈറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മൈൻഡിൽ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തോട്ട്സിലേക്ക് കൊണ്ടുവന്ന് അത് കൃത്യമായിട്ടുള്ള സമയത്തിന്റെ ഉള്ളിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നീറ്റ് ആവണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിൽ കൂടി ആ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ഇൻവിജിലേറ്ററിന് നല്ല രീതിയിൽ അത് മനസ്സിലാവണം. 4 ലൈൻ കോപ്പിയിലൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഇല്ലാത്തവർ, നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലാത്തവരാണെങ്കിൽ 4 ലൈൻ കോപ്പി വാങ്ങിച്ച് എഴുതി എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾക്കാണെങ്കിൽ തന്നെ എന്താ പറയുക, വലിച്ചു വാരിയിട്ട ഒരു ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളാണെങ്കിൽ ചിന്തിച്ചാൽ മതി, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് എനർജിയാണ്. പക്ഷെ വൃത്തിയായിട്ട് അത് എഴുതി പ്രസന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആൻസർ പേപ്പറിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആയിരിക്കും. ആ ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻവിജിലേറ്റർ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യുന്നത് അല്ലെ. ഇനി ഡെയിലി റുട്ടീൻ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ റീഡിംഗ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആക്കുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റോറിയൽ അത്ര ടഫായിട്ടുള്ള എഡിറ്റോറിയൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തരത്തില്ല, പക്ഷെ അവിടെ എന്താണ്, നമുക്ക് വേർഡ്സ് കിട്ടും. അതുപോലെ മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ വിവിധ പത്രങ്ങളുണ്ട്. അപ്പൊ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം കേട്ടോ. സെയിം ഒരു ടോപ്പിക്ക്, ഒരു വാർത്ത വരുവാണെങ്കിൽ രണ്ടിലും അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി നമ്മൾ വായിച്ച് നമ്മളുടെ ലെവൽ എന്ത് ചെയ്യണം, സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഓരോ വേർഡ്സ് പറക്കി ഓരോന്ന് എടുത്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആശയം തന്നെ എന്തായി ഡിഫറെന്റ് ആയി പോകും. ഓക്കെ. ഇനി അതുപോലെ നമുക്ക് ആ ഒരു ഫോം തന്നിരിക്കുന്നത് അത് ന്യൂസ് ആണോ, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണോ, അല്ലെങ്കിൽ ഇൻഫോർമന്റ് ലെറ്റർ ആണോ, അല്ലെങ്കിൽ സ്റ്റോറി ആണോ, ടെക്നിക്കൽ ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ വൈബ് അനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ലേഷൻ ചെയ്യണം. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളുടെ വേർഡ്സ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു കോണ്ടെക്സ്റ്റുവൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗിൾ വേർഡ്, ഇത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അതായത് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണുകയാണെങ്കിൽ മുൻപിനും ശേഷമുള്ള വേർഡ്സ് നോക്കണം, അതെന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള വേർഡിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ബാങ്ക് എന്ന് പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, റിവർ സൈഡ് ബാങ്ക് എന്ന് വരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് വായിച്ചു നോക്കിയിട്ട് ആ ഒരു ഇത് കാര്യം എന്താവണം, മനസ്സിലാക്കണം. പിന്നെ ഗ്രാമാറ്റിക്കൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാമറിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്രാമാറ്റിക്കലി, അതായത് വലിയ ടെൻസസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ പ്ലേസ്, വെർബ്, ഓക്സിലറി വെർബ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്, ആ കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ കറക്ഷൻ, ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, പേപ്പർ കറക്ഷൻ തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ്, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഓറിയന്റേഷൻ ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു എമൗണ്ട്, നമ്മളൊരു 5,000 ആണ് വരുന്നത്, അത് വെർത്താണ്. നിങ്ങൾക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ കൂടി നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ. നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഓൾറെഡി ഒരു ബാച്ച് ഫില്ലായി, സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് എന്താണ്, ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.